ആളുകളാണ്. പക്ഷെ എനിക്കൊരു ദുഃഖമേ ഉള്ളൂ, അവര് സൃഷ്ടികയാണല്ലോ പൂജിക്കുന്നത് എന്നുള്ള മനോവേദന എനിക്ക് നല്ലതുണ്ട്. പക്ഷെ അവരൊക്കെ എന്താവണം, യഥാർത്ഥ ബൈബിൾ പഠിച്ച് ബൈബിളിന്റെ യഥാർത്ഥ മൂല്യം ഉൾക്കൊണ്ട് അവർ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സ്വർഗവാസികളാണ്. ഇല്ലെങ്കിൽ അവർ ധാരണ, ഈ മിഥ്യമായ അല്ലെങ്കിൽ 2000 വർഷം മുമ്പ് വന്ന് ഒരു പ്രവാചകനെ പിടിച്ച് ദൈവമാക്കി ഈ രീതിയിൽ ആരാധിക്കുകയാണെങ്കിൽ യഥാർത്ഥ ദൈവം അവരെ കോപിക്കുകയും അവരെ നരകവാസികളാക്കി തീർക്കുകയും ചെയ്യും. അപ്പൊ യഥാർത്ഥത്തിൽ യേശുവിനെ പ്രവാചകനായി ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥമായ ബൈബിൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് മുഹമ്മദ് നബിയുടെ മാർഗം സ്വീകരിക്കാൻ, എന്നെപ്പോലെ സ്വീകരിക്കാതിരിക്കാൻ മാർഗമില്ല. കാരണം പന്നി നിഷിദ്ധമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു, പക്ഷെ അവരത് അനുവദീയമാക്കി. പൗലോസ് അത് അനുവദീയമാക്കി. അതുപോലെ അത് ഇസ്ലാം അത് നിഷിദ്ധമാണെന്ന് തന്നെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇസ്ലാം എന്ത് ചെയ്തു? മുഹമ്മദ് നബി വന്നിട്ട് ബൈബിളിനെ സമ്പൂർണമായി, ബൈബിൾ ആശയങ്ങളെ സമ്പൂർണമായി പുനഃസ്ഥാപിച്ചു. അപ്പൊ അത് അറബിയിൽ വന്നൊരു പ്രവാചകനായതിന്റെ പേരിൽ ഇസ്രായേലിൽ വന്ന പ്രവാചകനെ സ്വീകരിക്കൂ, അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിലുള്ള മാത്രം എടുക്കൂ എന്ന് പറയുന്നത് വളരെ സങ്കുചിത മനസ്ഥിതി. അപ്പൊ അവർ യഥാർത്ഥ മാർഗത്തിൽ വിശുദ്ധ ഖുർആൻ പഠിച്ച് അത് യഥാർത്ഥം മനസ്സിലാക്കി സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് സത്യമാർഗം അവർ സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ നിൽക്കുന്ന സൊസൈറ്റിയാണല്ലോ, ഞാൻ ഉണ്ടായിരുന്ന സൊസൈറ്റിയാണല്ലോ ഹൈന്ദവർ. അവരെ കുറിച്ച് എനിക്ക് എന്നും വിഷമമാണ്. കാരണം ഞാൻ എന്നും രാത്രികളിൽ ഒരു തഹജ്ജുദ് നമസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അവരിലെ എന്റെ പഴയ ആളുകൾക്ക് വേണ്ടിയാണ്. അതായത് ഹൈന്ദവർ എല്ലാവർക്കും, ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഹിദായത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകം നമുക്കൊരു വിഷമമുള്ളത് അവരാണ്. കാരണം അവരൊക്കെ നിഷ്കളങ്കരും നല്ല മനസ്സുള്ളവരാണ്. ഞാൻ ബന്ധപ്പെട്ട ഭൂരിപക്ഷ ആളുകളും. എന്നിട്ട് അവർക്ക് ഈ സത്യം ഗ്രഹിക്കാനുള്ള വഴികൾ തുറന്നു കിട്ടാത്തത് ഞാൻ വളരെ ദുഃഖിതനാണ്. അത് നമ്മുടെ കർമ്മത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിന്റെ ചുരുങ്ങിയത് കൊണ്ടോ എന്താണെന്ന് അറിയില്ല. അപ്പൊ അവര് ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല യഥാർത്ഥം. സത്യം എന്താണെന്ന് ഖുർആൻ പാരായണം ചെയ്ത്, ഖുർആന്റെ ഗ്രന്ഥങ്ങൾ വായിച്ച് എന്താണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കൊണ്ടുവന്നത് അത് അവർ സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് വിജയിക്കാൻ കഴിയും. കാരണം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ അവരെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കാനാണ് പഠിപ്പിക്കുന്നത് ആ കൊടുന്ന ഗ്രന്ഥത്തിലുള്ളത്. അപ്പൊ ഇവിടെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഉപകാരം ചെയ്യാത്ത, ഒരു ഗുണമോ ദോഷമോ ചെയ്യാൻ കഴിയാത്ത, അവരെ മുന്നിൽ പ്രസാദമായി നമ്മൾ പൂജാർപ്പിതം വെച്ച് കഴിഞ്ഞാൽ ഒരു എലിയോ ഉറുമ്പോ എടുത്തു കൊണ്ടുപോയാൽ പോലും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരെ എടുത്തു കൊണ്ടുപോയിട്ട് ഒരു വെള്ളത്തിലേക്ക് ഇട്ടാൽ അത് അവിടുന്ന് കയറി വരാൻ അവർക്ക് സ്വന്തം രക്ഷിക്കാൻ കഴിയാത്ത അവരെങ്ങനെ ഈ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരെ രക്ഷിക്കും? അപ്പൊ അവർ മനസ്സിലാക്കണം, നാം സൃഷ്ടിച്ച ദൈവത്തെ അല്ല നാം ആരാധിക്കേണ്ടത്, നമ്മെ സൃഷ്ടിച്ച ലോകൈകനാഥനായ സർവ്വലോകങ്ങളിൽ സൃഷ്ടാവായ ഏതൊരു ദൈവമാണോ ഉള്ളത്, ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും മിഥ്യയല്ല സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക. ബുദ്ധിയുള്ളവർക്ക് അത് ചിന്തിച്ചാൽ മനസ്സിലാക്കണം. എത്ര ബുദ്ധിയുള്ളവരുണ്ട് അതിനകത്ത്, എത്ര കഴിവുള്ളവരുണ്ടായിരുന്നു. പക്ഷെ അവരെന്തെങ്കിലും സത്യം അന്വേഷിക്കുന്നു. ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായെന്ന് ചിന്തിക്കുന്നു. അവരെ വീട് തന്നെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഈ മറ്റുള്ള വസ്തുക്കൾ ഏതെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ കഷ്ടപ്പെട്ട. അപ്പൊ പ്രപഞ്ചം തന്നെ ഉണ്ടായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ എന്തൊരു മൂഢത്തരമാണ്. അപ്പൊ പ്രപഞ്ചത്തെ ആരാണ് സൃഷ്ടിച്ചതെന്ന് അന്വേഷിക്കാനുള്ള ബുദ്ധി, ഒരു ചിന്ത, ഒരു വിവേകം സർവേശ്വരൻ അവർക്ക് പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ സത്യം ഉൾക്കൊണ്ട് അനേകർ സത്യത്തിന്റെ മാർഗത്തിൽ സ്വീകരിച്ച് മോക്ഷപ്രാപ്തരാകാൻ വേണ്ടി ഞാൻ എപ്പോഴും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അസ്സലാമു അലൈക്കും.